കാരണം ഇനി സ്വപ്നക്കാരിങ്ങനെ വരും, ഓരോരോ തരം സ്വപ്നം. അപ്പം നമ്മൾ മനസ്സിലാക്കി ഇത് എവിടെയാണ് കുറെ ധാരണപ്പിശകുകൾ. കഴിഞ്ഞ ലക്ക നുസ്രത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള നബിദിന പതിപ്പായിരുന്നു. ഈ കഴിഞ്ഞല്ല അതിന്റെ മുമ്പത്തെ ലക്ക റബീഉൽ അവ്വലിന്റെ ലക്കം. ആ റബീഉൽ അവ്വലിന്റെ ലക്കത്തിലെ ചോദ്യോത്തരത്തിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുക സ്വാലിഹീങ്ങൾക്ക് മാത്രമുള്ളതാണോ എന്ന്. അല്ല, ഫാസിഖീങ്ങളും നബി തങ്ങളെ സ്വപ്നം കാണും എന്ന്. ഈ തർക്കം വിവാദമൊക്കെ ഉണ്ടാണ് എന്റെ മുമ്പ് പറയുന്നത്. ഇത് നബിദിന പതിപ്പിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിനെ ദുർനടപ്പുകാരും ഫാസിഖീങ്ങളും സ്വപ്നം കാണും എന്ന്. കാണാം അബൂജഹലിന് കാണാം റസൂലുള്ളാഹിന്റെ സ്വപ്നം. അബൂജഹൽ തന്നെ അള്ളാഹിന്റെ റസൂൽ അബൂജഹലിനോട് വന്നിട്ട് അബൂജഹൽ കണ്ടാ പിന്നെ നബിനെ കണ്ടാ നബി തന്നെയാണ്. കാരണം അബൂജഹൽ നബിനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ കണ്ടവർ നബിയുടെ രൂപത്തിൽ വന്നാൽ അബൂജഹൽ ശരിക്കും നബിനെ അറിയുന്ന ആളായതുകൊണ്ട് അബൂജഹൽ നബിനെ കണ്ടാൽ ശരിയായ നബിനെയാണ് അല്ലെ നബിയെന്ന് മനസ്സിലാക്കാം. അത് നബി പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരുത്തൻ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ കണ്ടവനാണ്, ഹക്കായി തന്നെ, സ്വപ്നത്തിലായിട്ട് മോശമല്ല. അത് ഞമ്മക്ക് ബാധകല്ല, നമ്മളാരും നബിനെ കണ്ടിട്ടില്ലല്ലോ. കാരണം നമ്മൾ അള്ളാന്റെ റസൂൽ എങ്ങനെയാണെന്ന് അറിയൂല, വായിച്ച വിവരം മാത്രമേ നമുക്കുള്ളൂ. തങ്ങളുടെ രൂപം നമ്മളെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തങ്ങളെ കണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തങ്ങളെ കണ്ടു നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. തങ്ങളുടെ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. തങ്ങൾക്കൊരു ഫോട്ടോ ഇല്ല, അതുമില്ലല്ലോ. ആരെയും വർഷത്തിലുള്ള ഫോട്ടോ ഇല്ല. പണ്ട് ഏതോ അഹ്ലി കിതാബ് എടുത്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അഹ്ലി കിതാബുകൾ ശേഖരിച്ചു വരുന്ന അമ്പിയാക്കന്മാരിൽ നിന്ന് പതിഞ്ഞു കിട്ടിയെന്തോ. അത് ചിലപ്പോൾ അമ്പിയാക്കന്മാർ കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും ലിഖിതമായ അള്ളാഹുവില്ലാൽ നൽകപ്പെട്ടിരിക്കുന്ന രേഖകളാകാം. പക്ഷെ നമ്മളെ ഉമ്മത്ത് നബിനെ കണ്ടിട്ടില്ലല്ലോ, ഈ കാണുന്ന 10 ഉമ്മത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥത്തിൽ കണ്ടാൽ തന്നെ തങ്ങളെ കണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് പിശാചിന് വന്ന് പറയാം ഞാൻ നബിയാണ്. നബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാചിന് കഴിയില്ല. ഏത് രൂപം? സാക്ഷാൽ രൂപം. പക്ഷെ നബിന്റെ സാക്ഷാൽ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ കാണുന്ന രൂപം പ്രാപിക്കാൻ പിശാചിന് പറ്റും. കാണാത്ത പൊട്ടന്മാരെ പറ്റിക്കാൻ പിശാച് നല്ലോണം മെനക്കെടും. അതിൽ സ്വപ്നത്തിന് നല്ല മാർക്കറ്റുള്ള കാലം വരുമ്പോൾ പിശാച് പിന്നെ അതന്നെ എടുക്കുക. അല്ലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ മാർക്കറ്റ് ഏതാ, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാന്നൊക്കെ നല്ലോണം തിരിയുന്ന ആളായി പിശാച് തന്നെ ഈ ചോദനം എന്നറിയുന്നത് നല്ലോണ്ട്. അത് ഡിമാൻഡ് എന്തിനാന്ന് നല്ലോണം പിശാച് നോക്കും. ആ ഡിമാൻഡ് നോക്കിയിട്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ പിശാച് നോക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഡിമാൻഡ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പിശാച് ഇപ്പം നല്ലൊരു സ്വപ്നത്തിന്റെ കാലാന്ന് മനസ്സിലാക്കിയ സ്വപ്നത്തിന് ഇങ്ങനെ വരും ഞാൻ നബിയ അങ്ങനെ എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നബിയാണ് കണ്ടോൻ നബിനെ ഉറപ്പിക്കാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ ഒന്ന്, കണ്ടോന് അബൂജഹൽ കാണാം. അബൂജഹലിനോട് ഇപ്പൊ നബി പറയാ നിന്നെ ഞാൻ പ്രശ്നമാക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ അറബിൽ അബൂജഹലിനോട് പറഞ്ഞിട്ട് അബൂജഹൽ ജിന കണ്ടൂടെ? കാണാ. നബിനെ കണ്ടതുകൊണ്ട് അബൂജഹൽ മല്ലാളാവോ? ആവൂല. അപ്പൊ ഏറ്റവും മോശപ്പെട്ട കാഫിറും നബിനെ കാണാം, നബിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ. അതുകൊണ്ടായിട്ട് ആളെ നല്ല ഓർക്കാൻ പറ്റില്ല. പിന്നെ നബി പ്രത്യക്ഷപ്പെട്ടിട്ട് നബിനെ കണ്ടുറപ്പിച്ചാൽ നീ സ്വർഗത്തിലാണ്, നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ പുലർന്നാൽ മനസ്സിലാക്കാം. നമുക്കും മനസ്സിലാക്കാം പറഞ്ഞ കാര്യങ്ങൾ പുലർന്നൊക്കെ വരുമ്പോൾ ഏതാണ്ടൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് കിതാബിലൊക്കെ പറഞ്ഞ വസ്തുവൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഊഹിക്കാം. അതിലപ്പുറമൊന്നും പാടില്ല. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് സ്വപ്നം പറയുന്ന ഈ കാലത്ത് ഞാൻ ഈ സ്വപ്നക്കഥ പറഞ്ഞാൽ ആദ്യം ഇസ്ലാമിന്റെ നില പറയാം, അത് തെളിവല്ല. വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണിത്.